Hey, my dear beautiful souls, welcome back to my channel Divine Speaks. ഇനി നമുക്ക് അനിഴം നക്ഷത്രത്തിന്റെ എനർജി ലെവൽസ് ഒക്ടോബർ മന്ത് എനർജി എങ്ങനെയാണ്, എന്തൊക്കെ ട്രാൻസ്ഫർമേഷൻ ആണ് ഉണ്ടാകുക, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് അവരുടെ ലൈഫിൽ ഉണ്ടാകുക, എന്തൊക്കെ ഗൈഡൻസ് ആണ്, എന്തൊക്കെ അഡ്വൈസസ് ആണ് യൂണിവേഴ്സ് അവർക്ക് നൽകുക എന്ന് നോക്കാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അവരുടെ എനർജി ലെവൽ എങ്ങനെയാണെന്ന് നോക്കാം. ഒക്ടോബർ മന്ത് കരിയർ ഗ്രോത്ത് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, okay. ഓക്കെ, നിങ്ങളൊരു ബിസിനസ് ഓണറൊക്കെ ആയിരിക്കാം. മേ ബി ഇവിടെ അങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾ നല്ലതായിട്ട് ബിസിനസ് ചെയ്യുകയും പണം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ മന്ത് അങ്ങനെ പണം ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങളുടെ ബിസിനസ് നല്ല ഗ്രോത്തിലായിരിക്കും ഈ ഒരു മാസം. ഓക്കെ, നിങ്ങൾ നല്ല എന്താ പറയുക, ചില കാര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു മന്ത് കാണുന്നത്. നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അധികം റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതിനാകില്ല എന്ന് കാണുന്നുണ്ട്. സോ കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതുപോലെ നിങ്ങൾ സ്വയം പരിമിതപ്പെടുത്തും എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് നല്ല നല്ല കഴിവുകൾ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ അയ്യോ എനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. മേ ബി ഒരു ഇൻട്രോവേർട്ട് ഒക്കെ ആയിരിക്കാം, അറിയില്ല. ഒരു പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആകുക എന്നാണ് പറയുന്നത്. കാരണം യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഫുൾ സപ്പോർട്ട് സിസ്റ്റം ആയിട്ടുണ്ട്. സോ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. ഓക്കെ, പിതാവിനെ കൊണ്ടോ അല്ലെങ്കിൽ പിതൃസ്ഥാനത്ത് നിൽക്കുന്നവരെ കൊണ്ടൊക്കെ ഭയങ്കരമായ ഹെൽപ്പ് അല്ലെങ്കിൽ ഉപദേശം നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് കൊണ്ടുവരിക ഒക്കെ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഓൾമോസ്റ്റ് നല്ലതാണ്. എല്ലാം പോസിറ്റീവ് കാർഡൊക്കെയാണ് വന്നിട്ടുള്ളത്. ഒരു പക്ഷെ പിന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റാഫോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കുറച്ചൊന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു സംശയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കരുതിയിരിക്കുക. പിന്നെ ചില സമയങ്ങൾ നിങ്ങൾ സ്വാർത്ഥരാകുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്വന്തം കാര്യങ്ങൾ മറന്നു പോകരുത് ഈ മാസം എന്ന് പറയുന്നുണ്ട്. സോ കുറച്ചൊന്ന് സെൽഫിഷ് ആയാലും തെറ്റില്ല, നിങ്ങളുടെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നമ്മൾ ആരെയും ചതിക്കാതെയൊക്കെ ഇരിക്കുക, അല്ലെ. നമ്മളാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളത് ഈ ഒരു ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും കണ്ടാലോ കേട്ടാലോ ഒക്കെ ചില കാര്യങ്ങൾ നമ്മുടെ അഭിപ്രായം അവിടെ ആവശ്യമില്ല എന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ വായടച്ച് മിണ്ടാതിരിക്കുക. ഒക്ടോബർ മന്ത് അങ്ങനെ ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കൈയും കെട്ടിയങ്ങ് നോക്കിയിരിക്കുക, അത്രേ ഉള്ളൂ. ഇല്ലേ, നമുക്ക് അതിനകത്ത് അഭിപ്രായമില്ല. നിങ്ങൾ അഭിപ്രായം പറയേണ്ടടുത്ത് പക്ഷേ പറയുകയും വേണം. ചില സമയങ്ങളിൽ നിങ്ങൾ അഭിപ്രായം പറയുകയും നിങ്ങൾ പ്രതികരിക്കുകയും നിങ്ങളുടേതായ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ഒരു പക്ഷേ നിങ്ങളെ പരിമിതപ്പെടുത്തി ഒതുങ്ങിപ്പോയി ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അത് അങ്ങനെ വരരുത്. അപ്പോൾ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയണം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ തലയിടാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുമായി അധികം ബാധിക്കാത്ത കാര്യങ്ങൾ ഒരുപാട് അഭിപ്രായം പറയാൻ നിൽക്കാതിരിക്കുക. ഓക്കെ, ബിസിനസ്സിലൊക്കെ എല്ലാം ഒന്ന് കരുതിയിരിക്കുക. എവിടെ നിന്നും നമുക്കൊരു പണി കിട്ടാം എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ട്. സോ ആ ഒരു പണിയൊന്നും വാങ്ങിച്ചു കൂട്ടാതിരിക്കുക. സോ എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു ശ്രദ്ധ വയ്ക്കുക. ഓക്കെ, അത്ര മാത്രം മതി. കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കും. ചില കാര്യങ്ങൾ ബിസിനസ്സിലോ ലൈഫിലോ ഒക്കെ ആകുമ്പോൾ ചില കാര്യങ്ങൾ ഒരു ഇച്ചിരി ഒന്ന് ശ്രദ്ധ കൂടുതൽ കൊടുക്കുക. ഓക്കെ,
ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റീവാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങൾ ഏൺ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, നിങ്ങൾ പണി ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ കാര്യങ്ങൾ ചിലപ്പോൾ മിണ്ടേണ്ട കാര്യങ്ങളാകാം. ഓക്കെ, മിണ്ടേണ്ട സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയേണ്ട സമയം അവസരം വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുക. ആരോടും എന്താണ് അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വിദേശത്ത് പോകാൻ നിൽക്കുന്നവർക്കൊക്കെ സന്തോഷ വാർത്തയൊക്കെ കേൾക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ യാത്ര തന്നെ ചെയ്യാൻ പറ്റിയേക്കാം. എബ്രോഡൊക്കെ പോകാൻ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അതൊക്കെ റെഡിയായി വരും ഒക്ടോബർ മന്ത്. ഓക്കെ, എന്തിനും ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാം. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തികത്തിലാണ് പ്രശ്നം, ചിലപ്പോൾ വെല്ലുവിളികൾ നേരിടുന്നത്. സോ ബിസിനസ്സിലായിരിക്കണം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും അമളി പറ്റാൻ അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വസിച്ചത് കൊണ്ട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത്. നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ കടം കൊടുത്ത് കിട്ടാതെ വരുന്ന ആ ഒരു ഇതിലായിരിക്കും, പണമിടപാടുകളിലായിരിക്കും. മനസ്സിലായോ? അതിലായിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത്, നിങ്ങൾക്ക് ചതി പറ്റുന്നത് ആ ഒരു മേഖലയിലായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നിങ്ങളുടെ സേവിങ്സ് അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ട്, പുതിയ അക്കൗണ്ട് എടുക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു പോളിസി ചെയ്യുകയോ ഒരു ചിട്ടി കൂടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു സേവിങ്സ് ഒക്കെ മക്കൾക്ക് വേണ്ടിയിട്ട്, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ആലോചിക്കുന്നെങ്കിലും ഈ മന്ത് ഉണ്ട്. ചിലപ്പോൾ അതിൽ ചേർന്നേക്കാം, അല്ലെങ്കിൽ ആലോചനയെങ്കിലും നടക്കും. സോ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത ഭാഗത്തു നിന്നൊക്കെ നല്ല പോസിറ്റീവ് സപ്പോർട്ട് ചില വ്യക്തികൾക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പാരൻസിനെ പോലെ നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ ഗാർഡിയൻ, ഓക്കെ, അവരിൽ നിന്നൊക്കെ നല്ല ഉപദേശമൊക്കെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തവ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ഇതിലെ പോസിറ്റീവ് എനർജി മാത്രം അട്രാക്ട് ചെയ്യുക, അല്ലാത്തവ വിട്ടേക്കുക. ഓക്കെ, നിങ്ങളുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. Hope you like this video. Stay tuned. Thank you for watching. Have a nice day.